ഹായ്, പാൽപുട്ടെന്ന് കേട്ടിട്ടുണ്ടോ? ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കിറ്റിലെ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഇത് കണ്ടിട്ടുള്ളവർക്കും കണ്ടിട്ടില്ലാത്തവർക്കും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാനിവിടെ വറുത്ത പുട്ടുപൊടി എടുക്കുന്നുണ്ട്. അത് ഒരു അരക്കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിരകിയ തേങ്ങ കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിലെ മെയിൻ ഐറ്റമായിട്ടുള്ള പാൽ 1 കപ്പ് ഒഴിക്കുന്നുണ്ട്. അത് തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാൽ കുറവാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഒരു നെയ്യ് തടവിയ പാത്രം എടുക്കുക. നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചിരകിയ തേങ്ങ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്കും ഒരു ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇഡലി പാത്രം ഉണ്ടല്ലോ, അതിൽ ഒരു 20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുത്ത നമ്മുടെ കിട്ടിലും പാൽപുട്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടും. ഇതിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മുടെ പാൽപുട്ട് റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വായിലിട്ടാലിങ്ങനെ അലിഞ്ഞു പോകുന്നൊരു കിട്ടിലും സാധനമാണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.